മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയും കണ്ണനും തങ്ങളുടെ ആദ്യ യാത്ര ആഘോഷിക്കാനായിട്ട് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം പറയുന്ന റിയാസ് ആണെങ്കിൽ അവരെ ജർമ്മനിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇവിടെ വെച്ച് ആഘോഷിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അനന്തവും ലേഖയും പറയുന്നുണ്ട് ഉറപ്പായിട്ടും അവനെയും മഹിയെയും അങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. അങ്ങനെ കണ്ണനാണെങ്കിൽ മെയ് മാസത്തിൽ തന്നെ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം ദുർഗയാണെങ്കിൽ കരുണയെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ എടുക്കുന്നില്ല. അങ്ങനെ കരുണയാവട്ടെ പ്രതാപനോടും മുത്തശ്ശിയോടും കൂടിയിട്ടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയമ്മ വിളിച്ചിരുന്നു, എന്നെ അവർ കൂടി ചേർന്നിട്ടാണല്ലോ പറ്റിച്ചത്. മോൾ എന്തായാലും ദുർഗ വിളിച്ചപ്പോൾ എടുക്കാതിരുന്നത് ശരിയായില്ല, കാരണം അവൾ എല്ലാത്തിനും നമ്മുടെ ഒപ്പം നിൽക്കുന്നതല്ലേ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ഇനി ആരും എന്നെ വിളിക്കേണ്ട, ഇങ്ങനെ പോയാലേ ഉണ്ണി രണ്ടാമത് കെട്ടുമെന്നൊക്കെ പറയുമ്പോൾ അയാൾ കെട്ടിക്കോട്ടെ, അയാളായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്നത് തന്നെയാണ് നല്ലതെന്നുള്ള കാര്യം കരുണ പറയുന്നു. എന്തായാലും ഈ സമയം കരുണ മറ്റൊന്നും കൂടി മുത്തശ്ശിയോടും പ്രതാപനോടും കൂടിയിട്ട് പറയുന്നുണ്ട്, മോഹിനി മഹാലക്ഷ്മിയും കണ്ണനും അയച്ചു തന്ന ആ ഫോട്ടോസൊക്കെ തന്നെ നോക്കുന്ന കാര്യം. അതിനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, മോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോകേണ്ട, ഇല്ല മുത്തശ്ശി, ഉറപ്പായിട്ടും അവരിനി പോകാനായിട്ട് തീരുമാനിക്കുന്നത് കാശ്മീരിലേക്കും അങ്ങ് സ്വിറ്റ്സർലാൻഡിലേക്കൊക്കെ ആയിരിക്കുമെന്നൊക്കെ കരുണ പറയുന്നു. എന്തായാലും അതൊക്കെ പറഞ്ഞുകൊണ്ട് കരുണ പോകുന്നുണ്ടെങ്കിലും മുത്തശ്ശിയും പ്രതാപനും അവളെക്കുറിച്ച് ആലോചിച്ച് ആകെ വിഷമിക്കുന്നു. ഈ സമയം മേഘനാഥനാണെങ്കിൽ മൂന്നാറിലെ റിസോർട്ടിൽ ജീവനക്കാരോടൊക്കെ തന്നെ വളരെ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ചായ കൊണ്ടുവരുന്ന ഒരു ജീവനക്കാരനോട് മുഖത്ത് ചായ ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞ് ആട്ടി വിടുന്നുണ്ട്. എന്തായാലും മേഘനാഥനാണെങ്കിൽ ആ ഒരു റൂമിലിരുന്ന് ആകെ ബോറടിക്കുകയാണ്. കാരണം ഉറക്കം കളഞ്ഞ ആ ജീവനക്കാരനോട് അവന് തീർത്ത ദേഷ്യം. അതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിക്കുകയാണ്. അതിന് മുന്നേ തന്നെ മാനേജറിൻ്റെ അടുത്ത് പോയിട്ട് തല്ലുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ കാരണം കൊണ്ട് എൻ്റെ ഉറക്കം പോയി, ഈ റിസോർട്ട് ഇനി ആരും ബുക്ക് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ വെക്കുകയാണ്. സാറ് ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല, സാറ് പോവാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് ആ മാനേജറാണെങ്കിൽ അവിടെ നിന്ന് വിട്ടയക്കുന്നുണ്ട്. എന്തായാലും മേഘം പോകുന്നത് മഹാലക്ഷ്മിയും നമ്മുടെ കണ്ണനൊക്കെ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് പോയിരിക്കുന്ന ആ മലനിരകളിലേക്ക് തന്നെയാണ്. പിന്നീട് മോഹിനിയാണെങ്കിൽ വളരെ സേഫായി തന്നെ ഫോണൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനിയെങ്ങാനും കരുണയും മുത്തശ്ശിയും പ്രതാപനും തൻ്റെ ഫോണിൻ്റെ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും കൊളാവും. കാരണം കണ്ണനും മഹാലക്ഷ്മിയും നടക്കുന്ന ആ ഒരു സീനറീസൊക്കെയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഫോൺ അടുത്ത് തന്നെ വെക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ കരുണയാണെങ്കിൽ ശ്രദ്ധിക്കുകയാണ്. കരുണ വേഗം തന്നെ ആ ഫോണൊന്ന് എടുത്തു നോക്കാനായിട്ട് ആവേശം കാണിക്കുന്നുണ്ട്. കാരണം എന്താണ് അവർ അവിടെ ചെന്ന് കാണിച്ചു കൂട്ടുന്നതെന്ന് ഇവൾക്ക് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ഫോൺ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തരാൻ പറ്റില്ല എന്നൊക്കെ മോഹിനി പറയുകയാണ്. ഇനിയിപ്പോൾ മകനും മരുമകളും പോയത് ആരും കാണണ്ട എന്നൊക്കെ കരുതിയിട്ടായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ കരുണ ചോദിക്കുന്നുണ്ട്. പ്രതാപനോടും മുത്തശ്ശിയോടും മോഹിനി ഫോണ് മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും കരുണയും തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് മഞ്ജു ആവട്ടെ നമ്മുടെ ദുർഗ വന്ന് അപമാനിച്ചിട്ട് പോയതിൽ മനം തൊന്നിരിക്കുന്ന സാഗറിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാഗറേട്ടൻ ഇതൊന്നും കാര്യമാക്കണ്ട, അവർക്കിപ്പോഴും അവരുടെ മരുമകൻ്റെ ഭാര്യയായിട്ട് ഞാൻ കഴിയണമെന്നാണ് ആഗ്രഹം. പിന്നെ ഇനി എന്തായാലും ഇവരുടെ കാലുചൂട്ടിലേക്കൊന്നും പോകാനായിട്ട് തീരുമാനിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ കണ്ണേട്ടൻ മതി. എന്തുകൊണ്ടും കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയും കൂട്ട് തന്നെയാണ് നമുക്ക് നല്ലത്. അവർ നന്മകൾ മാത്രം ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. എന്തായാലും എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കൊല്ലാൻ പോലും മടിക്കാത്ത കൂട്ടമാണെന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട്. എന്തായാലും സാഗരേട്ടൻ പേടിക്കാതെ ഇരിക്കുക, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു സാഗറിനെ സമാധാനിപ്പിക്കുകയാണ്. കാരണം ദുർഗ അത്തരത്തിലുള്ള വാക്കുകളാണല്ലോ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഈ സമയം നമ്മുടെ കണ്ണനും അനന്തവും ലേഖയും നമ്മുടെ മഹാലക്ഷ്മിയൊക്കെ തന്നെ മതിമറന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹിയും കണ്ണനും ആ മലനിരകളിലൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്, അതുപോലെ ഒളിച്ചിട്ട് ഓടിയിട്ടൊക്കെ കളിക്കുകയാണ്. ഈ സമയം നമ്മുടെ ലേഖയും അനന്തവും ചേർന്ന് ഫോട്ടോസൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും കണ്ണനോടും മഹിയോടും പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം, കാരണം ആ കരുണയോ മുത്തശ്ശിയോ പ്രതാപനോ നോക്കിക്കഴിഞ്ഞാൽ ആകെപ്പെടുമെന്ന്. അങ്ങനെ മഹി പറയുകയാണ്, ഞാൻ അമ്മയോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോണ് എപ്പോഴും അടുത്തിരിക്കണം, ഒരു കാരണവശാലും ആരും കാണരുത് എന്നൊക്കെ. എന്തായാലും ഈ സമയം മഹിയാണെങ്കിൽ ഒന്ന് സ്ലിപ്പായിട്ട് വീഴാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ലേഖയും അനന്തവും പേടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കണ്ണം പിടിക്കുന്നുണ്ട്. എന്തായാലും ലേഖയും അനന്തവും പറയുന്നുണ്ട്, ഇനി മതി, നമുക്ക് റൂമിലേക്ക് തന്നെ തിരിച്ചു പോകാം, ഭക്ഷണമൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് സൺസെറ്റൊക്കെ കാണാനായിട്ട് വരാമെന്നൊക്കെ പറയണം. എന്തായാലും അവർ അതുപ്രകാരം റൂമിലേക്ക് തിരിച്ചു പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ജർമ്മനിയിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് നടക്കുന്ന സമയത്താണ് ഒരു കാറ് വരുന്നത് മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ശ്രദ്ധയിൽപ്പെടുന്നത്.
എന്തായാലും ആ കാറിൽ മറ്റാരുമല്ല നമ്മുടെ മേഘനാഥൻ തന്നെയാണ്. അങ്ങനെ മേഘനാണെങ്കിൽ ചുറ്റും നോക്കിക്കൊണ്ടാണ് വരുന്നത്. പെട്ടെന്നാണ് അവൻ മുന്നിലേക്ക് നോക്കുന്നത്. അറിയുന്ന 4 പേർ. ആ മുഖം വ്യക്തമാകുമ്പോൾ തന്നെ മേഘനാഥനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. കാരണം കണ്ണനും മഹിയും കൈകോർത്ത് പിടിച്ച് നടന്നു വരുന്ന രംഗങ്ങളാണ് അവൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ മേഘനാഥൻ എന്തോ കണ്ട് ഭയന്നതുപോലെ വണ്ടി നിർത്തുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹിയും അനന്തവും ലേഖയൊക്കെ തന്നെ ആ ഒരു സഡൻ ബ്രേക്കിങ്ങിൽ പേടിക്കുകയാണ്. ആരാടെന്നുള്ള രീതിയിൽ അവരും അകത്തേക്ക് നോക്കുമ്പോൾ മേഘനാണെങ്കിൽ വിശ്വസിക്കാനാവാതെ പുറത്തേക്ക് ഒന്ന് എത്തി വലിയ നോക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവരാകെ ഷോക്കായി നിൽക്കുന്നു. മഹാലക്ഷ്മി ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ആകെ ഞെട്ടിത്തരിക്കുകയാണ്. കണ്ണനാണെങ്കിൽ വലിയ കുഴപ്പമില്ല, കാരണം അറിഞ്ഞാൽ അറിഞ്ഞോട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് കണ്ണൻ്റെയും നിൽപ്പ്. എന്തായാലും മേഘനാഥൻ ആ വലിയ സത്യം അറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ രഹസ്യം അറിഞ്ഞിരിക്കുന്നു, കണ്ണൻ എന്നേക്കുമായിട്ട് നടന്നു തുടങ്ങി എന്നുള്ള സത്യം. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.